കോപ്പി അടിക്കുകയും അത് പിടിക്കുകയും ചെയ്തു എന്ന ഒരു കാര്യം ചെയ്തതിന് ഒരു അധ്യാപകനെതിരെ ഇത്രത്തോളം വലിയൊരു ഗൂഢാലോചനയാണ് അവർ നടത്തിയത്. പിന്നീട് കുറ്റമുക്തനായി പുറത്തു വന്നിട്ടും ഈ ആലോചനകളും ഗൂഢമായ ആരോപണങ്ങളൊന്നും തന്നെ നിലയ്ക്കുന്നില്ല. സർ, എന്തായിരുന്നു സംഭവം? ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ 2014 സെപ്റ്റംബർ 5-ാം തീയതി നടന്ന പരീക്ഷയിൽ ഞാൻ ആ മൂന്നാർ ഗവൺമെൻറ് കോളേജിൻ്റെ എക്സാമിനേഷൻ്റെ അഡീഷണൽ ചീഫ് സൂപ്രണ്ടായിരുന്നു. പരീക്ഷ ഏതാണ്ടും അവസാനിക്കുന്ന സമയം, ദ ലാസ്റ്റ് 5 minutes, ഞാൻ ഹോളിനകത്ത് ചെല്ലുന്ന സമയത്ത് വ്യാപകമായിട്ടുള്ള ഒരു കോപ്പിയടിയെ കണ്ടു. ഞാൻ പെട്ടെന്ന് അത് കോപ്പികൾ കയ്യിലെടുക്കുകയും കൈപ്പറ്റുകയും അപ്പോൾ തന്നെ ഹാളിലുണ്ടായിരുന്ന ഇൻവിജിലേറ്ററിനോട് അത് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കോളേജ് പ്രിൻസിപ്പലോട് വിഷയം ഞാൻ അവതരിപ്പിച്ചിട്ട് ആ ദിവസം തന്നെ ഞങ്ങൾ ഓണാവധിക്ക് വേണ്ടി കോളേജിൽ നിന്ന് പിരിയേണ്ടി വന്നു. അങ്ങനെ 6 തൊട്ട് 16 വരെ ഓണാവധിയായിരുന്നു. 16-ാം തീയതി തിരിച്ച് കോളേജിൽ ചെല്ലുമ്പോൾ എനിക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കിട്ടിയത്. എനിക്ക് എതിരായിട്ട് 5 വിദ്യാർത്ഥിനികൾ ലൈംഗിക പീഡന പരാതി നൽകിയിട്ടുണ്ടെന്നും അന്ന് കോളേജിൽ ഒരു സീനിയർ അധ്യാപകനായ തമിഴ് വിഭാഗം പ്രൊഫസർ ചന്ദ്രൻ എന്നോട് പറയുകയും ചെയ്തു. അപ്രകാരം ഞാൻ ആ പരാതി എന്താണെന്ന് എനിക്ക് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അവരെന്നോട് പറഞ്ഞത് പരാതിയെ വായിച്ച് കേൾപ്പിക്കാനോ അവർ തയ്യാറായിരുന്നില്ല. മറിച്ച് അവർ പറഞ്ഞത് ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഇത് അന്വേഷിക്കാനുള്ള ഒരു കമ്മിറ്റി എടുക്കാൻ പോവുകയാണെന്നാണ്. അതിനുവേണ്ടി 17-ാം തീയതി കോളേജിലെ സ്റ്റാഫ് കൗൺസിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയായിരുന്നു. അന്ന് കോളേജിൻ്റെ യഥാർത്ഥ പ്രിൻസിപ്പൽ അന്ന് ഇല്ല അവിടെ. ഞാൻ ആ മീറ്റിംഗിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണെങ്കിൽ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ, ഒറിജിനൽ പ്രിൻസിപ്പലാണ് ഇത് അന്വേഷിക്കേണ്ടത്, അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ അജണ്ടയിൽ പറഞ്ഞിരിക്കുന്ന പോലെ 5 വിദ്യാർത്ഥിനികളുടെ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി എടുക്കാൻ പോകുന്നു എങ്കിൽ ഇവിടെ നേരത്തെ ആൾറെഡി ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ഇവിടെ അറ്റൻഡൻസിൽ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസിൽ മാർക്ക് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ് ഒറിജിനൽ പ്രിൻസിപ്പൽ വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോഴേക്കും അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാർ അതിനകത്ത് എഴുതി ചേർത്ത പോലെ ആക്കി ഒരു മിനിറ്റ്സ് ഉണ്ടാക്കി. അങ്ങനെ ഈ തിരക്കഥ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് സംശയിക്കാൻ തോന്നിയില്ല. കാരണം പരാതിയായിരുന്നു, പിള്ളേരുടെ പരാതിയാണെങ്കിൽ കാണട്ടെ, നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം ഉന്നയിച്ചു, ആ കോപ്പിയടി റിപ്പോർട്ട് ചെയ്തില്ലോ ഉണ്ടോ എന്ന്. അവരെല്ലാം മലക്കമരിയായിരുന്നു. ഞാൻ അപ്പം തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടു. കോപ്പി അടിച്ച വിവരം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ബാക്കി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഓഫീസിൽ നിന്നും എനിക്ക് ഒരു ഡയറക്ഷൻ കിട്ടി. എന്നാൽ നിങ്ങൾ രേഖാമൂലം ഒരു പരാതി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 20/9/2014 ഞാൻ യൂണിവേഴ്സിറ്റി കോട്ടയം സെൻറ്റർ അവിടെ ചെന്ന് ഞാൻ നേരിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് അത് കഴമ്പുണ്ടെന്ന് തോന്നിയപ്പോൾ യൂണിവേഴ്സിറ്റി 2 സിൻഡിക്കേറ്റ് മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെ അവർ കോളേജ് സന്ദർശിക്കുകയും കുട്ടികളെയും അതുപോലെ മറ്റ് അധ്യാപകരെയും അതുപോലെ പ്രിൻസിപ്പലെയും വിശദമായിട്ട് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ കോളേജ് പ്രിൻസിപ്പൽക്ക് ലാപ്സസ്, അവരുടെ ആ ഭാഗത്തുണ്ടായ ലാപ്സസിന് വേണ്ടിയിട്ട് കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറേക്ക് റിപ്പോർട്ട് ചെയ്യും, അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിക്കണമെന്നും 5 വിദ്യാർത്ഥിനികളിൽ 2 വിദ്യാർത്ഥികൾ കോപ്പിയടിക്കപ്പെട്ടതായിട്ട് തെളിഞ്ഞിട്ടുണ്ടെന്നും അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണമെന്നും ഹാൾ സൂപ്പർവൈസറുടെ അനാസ്ഥയിലെ അയാൾക്കെതിരായിട്ട് 2 കൊല്ലത്തേക്കുള്ള തുടർ എക്സാം നടപടികളിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി എന്നെ സ്റ്റുഡൻറ് അൺട്രസ്റ്റ് ഉള്ളത് കൊണ്ട് എന്നെ മറ്റ് ജോലികളിൽ വേണ്ട തൽക്കാലത്തേക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ്
ഒരു ഓർഡർ ഇറക്കിയിരുന്നു. എന്നാൽ ഈ ഓർഡർ നിലനിൽക്കെ രോഷാകുലരായ ഈ പാർട്ടിക്കാരും അതുപോലെ തന്നെ ഈ അധ്യാപക സമൂഹത്തിൽപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാരും എല്ലാം കൂടി ചേർന്ന് സ്ഥലം MLA ആയ ശ്രീ എസ് രാജേന്ദ്രനെ അന്ന് പോയി സമീപിക്കുകയായിരുന്നു. എന്നാൽ അവർ കൊടുത്ത അവരുടെ ഡയറക്ഷൻ എന്തോന്ന് അറിയില്ല. ഈ ഞാൻ ഈ ട്രയൽ കോർട്ടിലേക്ക് ഈ കേസ് വന്നപ്പോഴേക്കും കേസ് വിസ്തരിക്കുന്ന വേളയിൽ പരാതിക്കാരി തന്നെ കോടതിയിൽ പറഞ്ഞ ഒരു സംഭവമാണ്, ഞങ്ങൾ ഈ പരാതി CPIM പാർട്ടി ഹൗസിൽ വെച്ചാണ് എഴുതപ്പെട്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ തിരക്കഥ എല്ലാം അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ക്രിമിനൽ കേസ് ഫേസ് ചെയ്യാൻ തയ്യാറായി. ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ 5 പേര് ഒപ്പിട്ട ഒരു പരാതിയായിരുന്നു. പരാതി കോളേജിൽ ഞാൻ അന്ന് കേട്ടിരുന്നെങ്കിൽ കാര്യം മനസ്സിലായേനെ. പക്ഷെ വായിച്ചും കേൾപ്പിച്ചിട്ടില്ല, പരാതിയുടെ കോപ്പിയും തന്നിട്ടില്ല. പക്ഷെ പരാതി പിന്നെയാണ് ഞാൻ കോടതിയിൽ എൻ്റെ വക്കീൽ മുഖാന്തരമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അത് വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 1 മാസകാലമായിട്ടും ഈ അധ്യാപകന്റെ ഭാഗത്ത് പീഡനം ഉണ്ടായി എന്ന് പറഞ്ഞു. കഴിഞ്ഞ 1 മാസകാലമായിട്ടും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോ കഴിഞ്ഞ 1 മാസകാലം എന്ന് പറയുമ്പോൾ ഈ 5/9 എന്ന് പറയുമ്പോൾ 27/8/2014 പരീക്ഷ തുടങ്ങിയത്. ആ പിള്ളേർ പറഞ്ഞിരിക്കുന്നത് പരാതിയിനകത്ത് കഴിഞ്ഞ 1 മാസകാലമായിട്ടും ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നും പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ 1 മാസമായിട്ടും ആ പിള്ളേർ കോളേജിൽ ഉണ്ടായിട്ടില്ല. ഏതൊരു മാഷിനും അറിയാം, കോളേജിൽ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ചാൽ അറിയാമായിരുന്നു. അപ്പോൾ ഇത് നോക്കാതെയാണ് അവർ തിരിഞ്ഞു പിടിച്ച് ആ പരാതി എഴുതിയത്. കോപ്പിയടി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എഴുതിയ പരാതിയാണ്. എന്നാൽ ഞാൻ ഈ സംഭവങ്ങളെല്ലാം അവർ മാറ്റി നിർത്തിക്കൊണ്ട് എന്നെ 11 കൊല്ലമായി ഞാൻ ഈ കേസിൽ നിന്നും പുറത്തു വരാൻ. ഈ 11 കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ച പീഡനങ്ങളുണ്ടല്ലോ. പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം നിലയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ തന്നെ 1-2 പേര് സംസാരിക്കാൻ പോലും മടിയാകും. അത്തരത്തിലുള്ള. പക്ഷേ സാർ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. കാരണം ഈ 11 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. 1-2 ദിവസങ്ങളൊന്നുമല്ല. 11 വർഷമാണ് ഒരു കുറ്റാരോപിതനായി, അതും കുട്ടികളെ, വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു എന്ന വലിയൊരു ആരോപണം വരുന്നത്. എങ്ങനെയാണ് ഈ സമയം അങ്ങ് പിടിച്ചു നിന്നത്? അങ്ങയെ സഹായിക്കാനായി കുടുംബങ്ങൾ ഒക്കെ കൂടെ ഉണ്ടായിരുന്നോ? ആരാണ്, എങ്ങനെയാണ് സാർ ഇത് പിടിച്ചു നിന്നത്? ഇതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നു. കാരണം തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. തീർച്ചയായും, അതെ, തീർച്ചയായും. അപ്പോ ഇത് എനിക്കെതിരെ ഉണ്ടാക്കിയ അടിസ്ഥാനരഹിതമായ ആരോപണത്തെ നേരിടാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഓർക്കണം, അധ്യാപക ജീവിതം എന്ന് പറയപ്പെടുന്നത് ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അതെ. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എല്ലാം ദൈവത്തിനോട് അർപ്പിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയായിരുന്നു ഓരോ തരത്തിലും. പക്ഷേ ഇവര് ഏകപക്ഷീയമായിരുന്നു ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള എൻക്വയറി. മറിച്ച് കോടതിയിലേക്ക് വരുമ്പോഴേക്കും ദേവികുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിലായിരുന്നു. അപ്പൊ 5 വിദ്യാർത്ഥിനികളിൽ നിന്നും 4 പേരുടെ മൊഴി മാത്രം എടുത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, പോലീസ് ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം പ്രൈമ ഫേസി എവിഡൻസ് നോക്കണ്ടേ? പ്രൈമ ഫേസിനകത്ത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വ്യാജമാണ് എന്ന് പിന്നെ ഞങ്ങൾ കോടതിയിൽ പ്രൂവ് ചെയ്തു. അതാണല്ലോ ആ പരാമർശം വന്നത്. സാർ, ഒരു കാര്യം കൂടി, ഈ വിദ്യാർത്ഥിനികൾക്ക് സാറിനോട് മുമ്പ് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവാനുള്ള അങ്ങനെ ഒന്നുമില്ല. കാരണം അതില് 5 കുട്ടികളില് പിന്നെ 3 പേരും BAക്ക് 3 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അടുത്ത് പഠിക്കുന്ന പിള്ളേരായിരുന്നു. അപ്പൊ അവർക്ക് അതിനു മുൻപുള്ള യാതൊരുവിധ വൈരാഗ്യങ്ങളൊന്നുമില്ല. പക്ഷെ ചില അധ്യാപകർക്കും രാഷ്ട്രീയ സംഘടനയ്ക്കും ഉണ്ടായിരുന്നു. അതിന്റെ കാരണം 2005 ആ കോളേജിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലില് ഞങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങളെ വിലമതിക്കുന്ന സാധനങ്ങളെല്ലാം ലൂട്ട് ചെയ്തു പോയി. അത് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചു. അത് ശരിയല്ല. കാരണം ലോസ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് കോളേജിലേക്ക് ആവശ്യപ്പെട്ടുന്ന കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങളൊക്കെ തിരികെ എടുത്ത് അത് വേറെ മറ്റേ ബിൽഡിങ്ങിക്ക് പോകുമ്പോൾ അവിടെ കൊണ്ട് വെക്കാമല്ലോ. അതൊന്നും ചെയ്തില്ല. പിന്നെ
ഞങ്ങളെ കൊണ്ടിട്ട് ഒരു താറ്റഡ് ബിൽഡിംഗ്, അതായത് ഒരു പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റലിലെ കൊണ്ടിട്ട് ഇരുത്തിച്ചിട്ട് പിന്നെ 3-4 കൊല്ലം കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഓ ആ സാർ, സമയത്ത് അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, കുറ്റാരോപിതനായി പുറത്തു വന്നതിന് ശേഷവും ചില CPM നേതാക്കൾ അങ്ങേക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതും സത്യമല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാമെങ്കിലും അവർ തുടർച്ചയായി പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങേ ആരോപണ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, അല്ലേ? അത് എന്ത് ആരോപണം ഇങ്ങനെ ആരോപിച്ചോട്ടെ. ആ രാജേന്ദ്രൻ MLA ഇത് മിനിഞ്ഞാന്ന് ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. എനിക്ക് അതിനകത്ത് അടിസ്ഥാനം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. 2007 മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ സമാന്തരമായിട്ടുള്ള ഒരു കോപ്പിയടി കേസ് ഞാൻ ഡിറ്റക്ട് ചെയ്തു. അത് ഒരു SFI കാരനായിരുന്നു. ആ അപ്രകാരം അവരെന്ത് ചെയ്തു, MLA പിന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പിന്നെ MA ബേബി അദ്ദേഹത്തിന് സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി എന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് സ്ഥലം മാറ്റി അവർ ഇമ്മീഡിയറ്റ് ആയിട്ട്. ഞാനത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തു. അങ്ങനെ സ്റ്റേ മേടിച്ചിട്ടാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഓക്കെ സാർ, എന്തായാലും ഈ 11 വർഷം അങ്ങ് നിരന്തരമായ രീതിയിലുള്ള നിയമവഴികളിലൂടെയൊക്കെ പോയി എന്തായാലും കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സർവോപരി സുഹൃത്തുക്കളുടെയും ഇടയിലെല്ലാം തന്നെ അങ്ങേക്കെതിരെ കുറ്റം ആരോപിച്ചവർ കുറ്റാരോപിതരായി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. നാളെ ഇപ്പോൾ നമുക്കറിയാം ടീച്ചേഴ്സ് ഡേ ആണ്. ഈ സമയത്ത് തന്നെ അങ്ങേ ചിരിക്കുന്ന മുഖത്തോടെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾക്ക് കാണാൻ കഴിയുക എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അധ്യാപകരെ സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും തുടർന്നും അങ്ങയുടെ നിയമപരമായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോട്ടെ. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യമാണ് എനിക്ക് ഒന്നും കൂടി ഊന്നി പറയാനുള്ളത്. ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുന്ന് എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി എൻ്റെ നിരപരാധിത്വം അവിടുന്നാണ് തെളിയിച്ചത് എന്നൊരു വാക്ക് അങ്ങ് പറയുകയുണ്ടായി. എന്തായാലും അങ്ങയുടെ വിശ്വാസത്തിനും അങ്ങയുടെ ഈ നല്ല മനസ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു.